Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അതുപോലെ കാണിക്കാൻ പോകുന്നത് നമ്മളൊരു 1 kV സിസ്റ്റം ആണ് കേട്ടോ. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കുറേ നുറുങ്ങ് കാര്യങ്ങളുണ്ട്. ഇത് അറിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. ഇതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത ഇതൊക്കെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഭാഗം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ നമ്മുടെ ഒരു പുതിയ പാനൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരു 1 kV സിസ്റ്റമൊക്കെ ഒരു ഇൻവെർട്ടർ ബാറ്ററി അതൊരു സോളാറാക്കി മാറ്റുന്ന സിസ്റ്റമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനെക്കുറിച്ചിട്ട് ഞാൻ പറയുന്നത് കൊല്ലം ഡിസ്ട്രിക്ട് നമ്മളെ ഓച്ചിറ അതുപോലെ കരുനാഗപ്പള്ളിയുടെ സെൻറ്ററായിട്ട് വരും അല്ലേ. അവിടെ നമ്മൾ രതീഷ് കുമാർ അല്ലേ അവരുടെ വീട്ടിലായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇവർക്കൊരു 1500 സ്ക്വയർ ഫീറ്റ് വീടുണ്ടോ, 1500 സ്ക്വയർ ഫീറ്റ് ഒരു 1500-1000 രൂപയുടെ ഒക്കെ ലെവലിലേക്ക് വരുന്ന ഒരാളുകൾക്ക് ഒരു ഇൻവെർട്ടർ പ്ലസ് ഒരു സോളാർ സിസ്റ്റം. അപ്പോൾ നമുക്ക് ആളുകൾ ചോദിക്കും ഈ സോളാർ സിസ്റ്റം ചെയ്താൽ എനിക്ക് ബാറ്ററി കംപ്ലൈൻ്റ് ആവില്ലേ അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷേ നമ്മളെ വീട്ടിൽ ഒരു ഇൻവെർട്ടർ വെക്കണം, ഒരു ബാറ്ററി വെക്കണം. അത് കറണ്ട് പോയാൽ നമുക്ക് വർക്ക് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വെക്കുന്ന ഒരു ഇൻവെർട്ടറും ബാറ്ററിയും അത് നമ്മൾ സോളാറാക്കി മാറ്റുന്നു. അത് വെച്ചിട്ടാണ് നമ്മളൊരു 150 യൂണിറ്റ് ഒരു 2 മാസത്തിൽ നമുക്ക് ശരാശരി നമ്മൾ സേവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 2 ദിവസം കറണ്ട് പോയാലും നമ്മുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ നടക്കും. കുറേ ആളുകൾ ചോദിക്കും ബാറ്ററി വെച്ചാൽ നഷ്ടമാണ്, ബാറ്ററികൾ വെച്ചാൽ നഷ്ടമാണ്, ബാറ്ററികളുടെ എണ്ണം കൂട്ടാൻ പറ്റില്ല അല്ലേ ആരിസ്. അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കാരണം 1, 2, 3 നമ്മൾ വീട്ടിലത്തെ ഓരോരുത്തരുടെ യൂസിങ്ങും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് കിട്ടും. അപ്പോൾ അത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പാനൽ എടുക്കുമ്പോഴും ഇൻവെർട്ടർ എടുക്കുമ്പോഴും MPPTകൾ എടുക്കുമ്പോഴും അതുപോലെ വയറിങ് കൊടുക്കേണ്ട ഓരോ കണക്കുകളുണ്ട്. അല്ലാതെ ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ചു, ആരും എവിടെ നിന്ന് പറയുന്നില്ല. അത് എന്നോട് ഞാൻ പറയാം ആളെ കുറ്റപ്പെടുത്തു കാര്യങ്ങൾ. കാരണം അത് ഒരു റോങ് ഇൻഫർമേഷനായിട്ട് എനിക്ക് തോന്നി. ബാക്കിയുള്ള ആളുകൾക്കും വരട്ടെ അതുപോലെ. അത് അവർ പറഞ്ഞു നമുക്ക് വെയിൽ കൊള്ളാത്ത ഭാഗത്തൊക്കെ ആണെങ്കിൽ അവർ AC കേബിൾ കൊടുക്കാം, നമുക്ക് വെയിൽ കൊള്ളുന്ന ഭാഗത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ DC കൊടുത്താൽ മതി. എന്താണ് DC, എന്താണ് AC കേബിൾ, ഇത് തമ്മിൽ ഒരുപാട് ഡിഫറൻറ്റ് ഉണ്ട്. നമ്മൾ ഒട്ടനവധി വീഡിയോകൾ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ DC സെക്ഷന് സോളാർ സെക്ഷന് നമ്മൾ DC നമ്മൾ കേബിളുകളെ കൊടുക്കാവൂ. അത് നമുക്ക് ഓരോ മീറ്ററിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ കണക്കുണ്ട്. 1 kVക്ക് ഇത്ര മീറ്റർ കണക്കുണ്ട്. നമ്മൾ ഒട്ടനവധി വീഡിയോകളുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു ഭാഗം കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെ ബാങ്കൊക്കെ കേൾക്കുമ്പോൾ അത് ഉണ്ടായിരിക്കണം, നിർത്തണം. ഇതിനെക്കുറിച്ച് എനിക്കറിയില്ല, കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. ഞാൻ അതുകൊണ്ട് തുടരാണ്. കാരണം എന്തായാലും നല്ലൊരു പ്രാർത്ഥന ഭാഗം കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു പ്രയാസം തോന്നുക, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഏതായാലും ഞാനിവിടെ 500 വാട്ടിൻ്റെ 4 കട്ട് പാനലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഇവർക്ക് നല്ലൊരു ഓപ്പൺ ഏകദേശം ഒരു 7:30 മുതൽ ഒരു 4:30 വരെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ പ്രൊഡക്ഷൻ ഒരു തടസ്സമില്ലാതെ കിട്ടും. അപ്പോൾ നമ്മൾ സോളാർ പാനൽ നമ്മളൊരു ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ വെക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം വീടിൻ്റെ മേലേക്കൊന്ന് കയറണം. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, അത് അരിസിനറിയാം. നമ്മൾ വീടിൻ്റെ മേലെ കയറിയിട്ട് ഒരു രാവിലെ ഒരു 7-8 മണി മുതൽ സൂര്യൻ്റെ ഒരു തെല്ല് മരങ്ങളെ തടസ്സമില്ലാതെ എത്ര കിട്ടുന്നു, അതുപോലെ ഇതിൻ്റെ അവസാനം എത്ര കിട്ടുന്നു ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആ ഏരിയ ഒന്ന് മാർക്ക് ചെയ്യണം. നമ്മൾ വരുമ്പോൾ നമുക്കറിയാം, എങ്കിലും നിങ്ങളത് കറക്റ്റ് ചെക്ക് ചെയ്ത് ആ റൂട്ട് ചെക്ക് ചെയ്യേണ്ടത് കറക്റ്റാണ്. പിന്നെ ഇത് തെക്ക് ഭാഗം, നമ്മളെ കിഴക്ക് പടിഞ്ഞാറ് ഈ ഭാഗമാണ് വരുന്നത്. ഇതിൻ്റെ ബാക്ക് ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ബാക്കിൽ നല്ല മരമാണ് കിട്ടുമെന്ന്. ഈ ബാക്കിലെ മരം കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു 5 മീറ്റർ മാറിയൊരു മരങ്ങളുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കൂടുതൽ ഹൈറ്റ് മാറിക്കഴിഞ്ഞാൽ മാസങ്ങൾ തിരിയുമ്പോൾ തലകുത്തി സൂര്യൻ മാറുമ്പോൾ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മളെ ഇമ്പോർട്ട് പാനലുകളൊക്കെ ഞാൻ കൂടുതലും ചെയ്യാറുള്ളത്. അതാകുമ്പോൾ നമുക്ക് വോൾട്ടിലും ആംബിയറിലും നമുക്ക് കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഇനി ഇന്ത്യയിലെ ബെസ്റ്റ് പാനൽ ആരും ഒന്നുകൂടെ വരും, ഇനി ഒന്നും കിട്ട് വരും എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ പറയും, ഇടക്കിടക്ക് പറയുന്നു ഒന്നും കിട്ട് വരും ഇത് കമൻറ്റിൽ. അതുപോലെ ഞാൻ മുമ്പത്തെ സ്റ്റാറ്റസിൽ അറിയുന്നു എൻ്റെ മറ്റേ വീഡിയോ കഴിയുമ്പോഴത്തേനും എൻ്റെ കണ്ണ് പുറത്തേക്കാട് ചാടുമെന്നൊക്കെ പറയലുണ്ട്. എന്താ ചെയ്യുക, എൻ്റെ കണ്ണ് ഇങ്ങനെയാണ്, അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് വീഡിയോ കഴിയുമ്പോഴത്തേനും എൻ്റെ കണ്ണ് താഴത്തേക്ക് ചാടുമെന്ന്. എന്താ ചെയ്യുക, അതാണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്ത് കൂട്ടത്തിൽ പറയാം കേട്ടോ. നമ്മളിതിൽ പറയേണ്ട കാര്യമൊന്നുമല്ല, എങ്കിലും പറഞ്ഞു പോയതാണ്. ഇത് നമ്മുടെ 500 വാട്ടിൻ്റെ 4 കട്ട് പാനലാണ്. ഇത് നമുക്ക് ചില ആളുകൾ ചോദിക്കും എന്തിനാണ് 4 കട്ട്, എന്തിനാണ് ഹാഫ് കട്ട്, എനിക്ക് മരങ്ങൾ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയും. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്താ ചോദിച്ചാൽ നമ്മൾ ഈ പാനലിൻ്റെ സെല്ലുകൾ ഒരുപാട് സീരീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ലോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം ഒരു ഭാഗം സീരീസ് ആയിട്ട് കൊടുത്തു, അടുത്ത ഭാഗം സീരീസ് ആയിട്ട് കൊടുത്തു, ഇത് അങ്ങോട്ടും ഇവിടെ 4 സെക്ഷനായി കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ആംബിയർ ലോസിങ് ഉണ്ട്. പിന്നെ നമുക്ക് വോൾട്ടും കുറച്ച് ചെറിയ മാറ്റം ഉണ്ടാവും കേട്ടോ. ഇത് 4 കട്ട് പാനലാണ്. ഇതുപോലെ ഇന്ത്യയിലെ ബെസ്റ്റ് പാനൽ മോണോ പെർക്ക് പ്ലസ് ഹാഫ് കട്ട്. അതുപോലെ ഇനി ഇമ്പോർട്ട് പാനലുകൾ പറഞ്ഞു തരാം.
ജിങ്കോ, കനേഡിയൻ, ട്രിന, ജെ സോളാർ, SFV, ലോങ്കി, സൺപവർ. അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ ബെസ്റ്റ് പാനലാണ് വിക്രം, വാരി, റിനിസോള, അദാനി, ടാറ്റ ഒക്കെ കേട്ടോ. അപ്പോൾ ഇത്രയും പാനലുകളൊക്കെ നിങ്ങൾ നല്ലത് എടുക്കാൻ ശ്രമിക്കുക. കുറേ ചാത്തനും പോത്തനൊക്കെ ആയിട്ടുള്ള കുറേ പാനലുകളും കുറേ ഇൻവെർട്ടറുകളും ഉണ്ട്. അത് പറഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അല്ല ഞാൻ എൻ്റെ സാധനത്തിനെ വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യുക അങ്ങനെ ഒരു ഉദ്ദേശമല്ല കേട്ടോ. നിങ്ങൾ എവിടെ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ തൊട്ട് പരിധിയിൽ ഏത് ടെക്നീഷ്യന്മാർ അതുപോലെ അസംബിൾ ചെയ്യുന്ന ഒരു സെക്ഷനൊക്കെ ഉണ്ടാവും. ഞാൻ താഴെ ഭാഗത്ത് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. അല്ല ഈ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തെക്ക് ഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കുക. ഇതിൽ മാക്സിമം നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്ന രീതിയിലാകുമ്പോൾ ഒരു 4 സ്ക്വയറിൻ്റെ DC കേബിൾ ഒരു 15-18 മീറ്ററിൻ്റെ അതിലേക്ക് വേണ്ടി കൂടുതലാക്കരുത്. DC കേബിൾ സോൾഡർ ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. ഇതിന് താഴ്ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. നമ്മൾ 1.5 GP പൈപ്പ് 16 gauge പൈപ്പ് നല്ല വെൽഡ് ചെയ്ത് നല്ല അപ്പോക്സി പ്രൈമർ അടിച്ച് ക്ലിയർ ചെയ്തു. ഇനി ഇത് നമുക്ക് നോക്കണ്ട, നോ ടെൻഷൻ. 2-3 മാസം കൂടുമ്പോൾ നമ്മളിതിനെ മേലേക്ക് ഒന്ന് കയറി നോക്കണം കേട്ടോ. ഒരു ജസ്റ്റ് ഒരു മോപ്പ് കൊണ്ടോ ഇങ്ങനത്തെ സ്റ്റേജൊക്കെ ആണെങ്കിൽ ഒരു തുണിമ വെള്ളം നനച്ചിട്ടേ ഒന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നനച്ചു കൊടുക്കുക. ഇതെന്താ വെച്ചാൽ ഇത് നമ്മൾ തുടച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കണ്ണിൻ്റെ മുമ്പിൽ മാറാല കുടിക്കുക പോലെ തന്നെ ആയിരിക്കും. അതൊരു ഉദാഹരണമാണ് കേട്ടോ. ഇനി അതെന്താ അങ്ങനെ പറയണു ഇങ്ങനെ പറയണു ചോദിക്കും. അതിലല്ലെങ്കിൽ ഇത് കണ്ട് പുറത്തേക്ക് ചാടിയതാണ് പറഞ്ഞിരിക്കുകയാണ്. എന്താ ചെയ്യുക? അതിൽ ഞാൻ പറയണേ എൻ്റെ സത്യമാണ്. എൻ്റെ കൂട്ടുകാരൻ പറയാം എൻ്റെ കുട്ടി ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ കണ്ണ് പുറത്തേക്ക് ചാടിയിരിക്കണം. എന്താ ചെയ്യുക? ഇനി നമുക്ക് താഴെ ഭാഗം കൂടുതൽ അതിൻ്റെ ഇൻവെർട്ടറിൻ്റെയും അതുപോലെ MPPT ഭാഗമൊക്കെ പറഞ്ഞിട്ട് നമുക്കിവിടെ വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, ഇവരുടെ വർക്ക് ഏരിയ ഭാഗത്താട്ടോ പ്രത്യേകം ഇവിടെ ഇപ്പോൾ ഇവരെ ഒരു ഭാഗത്ത് ഇവിടെ നമുക്ക് ഫിറ്റ് ചെയ്യാനൊരു ഒതുങ്ങുന്ന ഒരു ഭാഗം ഇവിടെ ഇവർക്കറിയാം 6-7 മീറ്ററൊക്കെ അല്ല. DC കേബിൾ എപ്പോഴും നമ്മൾ മാക്സിമം നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ ഒരു 1 kVA സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഒരു 40 ആംപിയറിൻ്റെ 40-60 വരുന്നുണ്ട് കേട്ടോ. 40 ആംപിയർ മതിയാകും. അതിൽ എന്താണ് MPPTകൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട്. 12-24 ഓട്ടോ സെലക്റ്റിലൊക്കെ മാർക്കറ്റിൽ ഒട്ടനവധി നമ്മൾ ചെയ്തിരുന്നു. ഒരു 3-3.5 വർഷം മുമ്പ് നമ്മൾ ഇത്തരത്തിലേക്ക് ചെയ്തിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെയൊക്കെ ടെസ്റ്റിങ് ഭാഗമായിട്ട് അതിൻ്റെ മാറ്റങ്ങളൊക്കെ അതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് ഇതിൻ്റെ നമുക്ക് മാക്സിമം ആംബിയർ കൂടുതൽ കിട്ടുന്നത്, അതിനെന്താണ് കുറച്ച് പ്രൈസ് കൂടാൻ കാരണം, അതൊക്കെ നമ്മൾ ഓരോ ഡെവലപ്പിങ്ങും ഒരു പരീക്ഷണമോ ഒട്ടനവധി നമ്മൾ ആളുകൾ ഒരുപാട് മാറ്റി വെച്ചിട്ട് നമ്മൾ മാറ്റി അതിൻ്റെ ഗുണം തന്നെ ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കേട്ടോ. അല്ല നമ്മൾ വെറുതെ പറയുന്നൊന്നുമല്ല, ഇത് നമ്മുടെ ഫാക്ടറി നിർമ്മിക്കുന്നതാണ്. അതുപോലെ 1350 VA നമുക്ക് AC ചാർജും ഓൺ ഓഫില്ല ഇൻവെർട്ടറാണ് വരുന്നത് കേട്ടോ. ഇൻവെർട്ടറിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇൻവെർട്ടറും MPPTകളൊക്കെ ഒരുമിച്ചിലേ വരുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ഏതൊരു വീഡിയോയിൽ കണ്ടേ ഇൻവെർട്ടർ നമ്മുടെ 2.5 ഇത് 1 kV ആണ്. ഇൻവെർട്ടർ നമ്മുടെ 2.5 kV അതിൽ സോളാർ വെക്കുന്നതിൻ്റെ ബോർഡൊക്കെ വെക്കാമെന്നില്ലൊക്കെ ഒരു പറയുന്നൊരു പറ്റി എനിക്ക് തോന്നുന്നത് അത്തരത്തിലുള്ള കേസ് ചിലവാകാതെ അവിടെ കെട്ടിക്കിടക്കുന്നതിൽ വെച്ച് ഇത് നിങ്ങൾക്ക് ഭാവിയിൽ വെക്കാന്ന് പറഞ്ഞിട്ട് വീട്ടുകാരോട് വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ കണ്ടു. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഈ ഇൻബിൽട്ട് ഇൻവെർട്ടർ MPPT മാക്സിമം നമ്മൾ ഒഴിവാക്കുക. നമുക്ക് ഇൻവെർട്ടർ സെപ്പറേറ്റും MPPT സെപ്പറേറ്റാണ്. ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുവാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കംപ്ലയിൻറ്റുകൾ നമുക്ക് ട്രേസ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഇൻവെർട്ടർ MPPTയിൽ പേരിന് സോളാർ കാർഡ് അതിൽ ഇൻസെർട്ട് ചെയ്യും. അതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് എന്താ PWM ആണോ MPPT ആണോ കാര്യങ്ങളൊക്കെ ഒരുപാട് മാർക്കറ്റിൽ അടങ്ങി കിടക്കുന്നുണ്ട്. ഇനി നല്ലതും അതിൽ വരുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാം നമുക്ക് അടച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ ഒരുപാട് ഇതിപ്പോൾ നമ്മുടെ നിന്ന് എടുക്കണം അങ്ങനെയൊന്നും നമ്മൾ പറയില്ല. നമ്മുടെ തൊട്ടടുത്ത് ഒട്ടനവധി അസംബിൾഡ് ചെയ്യുന്ന ഒരുപാട് ടെക്നീഷ്യന്മാരുണ്ട് കേട്ടോ. അപ്പോൾ അത്തരത്തിലൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നോക്കി വാങ്ങിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഫുൾ കോപ്പർ ആണെങ്കിൽ നമുക്ക് ബാറ്ററിക്ക് ലൈഫ് കിട്ടും. നമുക്ക് 0 കറണ്ടിൽ ആംബിയർ കുറേ നമുക്ക് ഒരുപാട് നമുക്ക് അതിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് നമ്മൾ വയറിംഗ് ഒക്കെ അതിൻ്റെ ക്ലിയർ തനതായിട്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി ഒരു പാർട്ടീഷൻ ചെയ്തിട്ട് ഭാഗങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ബാറ്ററി 200H 5 വർഷം റീപ്ലേസ്മെൻറ്റിലെ ബാറ്ററി വെക്കുക. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെച്ച് പോയിട്ട് ഇത് ബാറ്ററി 2 മാസം കൂടുമ്പോൾ വെള്ളത്തിൻ്റെ അളവുകളൊക്കെ നോക്കണം. ഒന്ന് കാണിച്ചു കൊടുക്കും. വെള്ളത്തിൻ്റെ ഈ ഗ്രീനാണ് ഇത് മാക്സിമം, ഇതിൻ്റെ ഒരു റെഡാണ് ഇതിൻ്റെ ഏറ്റവും ലോ. ഈ ഒരു ഹാഫ് ലെവൽക്കൊക്കെ വരുമ്പോഴേ നമ്മൾ വെള്ളം ഒഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ ബാറ്ററി ഒന്ന് ഇളക്കിയിട്ട് വേണം നമ്മൾ ഒഴിക്കുക. ഈ ഫ്ലോട്ട് ഗ്യാപ്പൊക്കെ ഒന്ന് ഇളകുന്നുണ്ടോ നമ്മളൊന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മളാണ് ഒഴിച്ചു ഇപ്പം അടുത്ത് നമ്മൾ അലനല്ലൂർ ഭാഗത്തിലായിരുന്നു അത് നല്ലോണമാണ് ഒഴിച്ചു കൊണ്ടിട്ട് പുറത്തുകൂടി ഇങ്ങനെ ആസിഡും പോയി. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ തീരെ അറിയാത്തത് കൊണ്ടാണ് അല്ലേ അത്ര തന്നെ. ഒരു ജസ്റ്റ് നമ്മൾ ട്രേ വെക്കുക, എന്തെങ്കിലും ആസിഡ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇതാ നമ്മുടെ ഇപ്പോൾ
ഇപ്പോൾ ഏകദേശം വൈകുന്നേരമാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നാളെയാണ് ഇതിൻ്റെ ക്ലിയർ വർക്കിംഗ് വരിക. ഇനി കൂടുതൽ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഇതിലൊക്കെ കൊടുക്കാം. ഇത് രണ്ടാമത്തെ ഇൻസ്റ്റാളിംഗ് ആണ്. ഞങ്ങൾ കോട്ടയം ഇതുപോലൊരു 1 kVA കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ രണ്ടാമത്തെ ഇൻസ്റ്റാളിംഗ് ആണ്. ഏതായാലും നമ്മൾ ഒട്ടനവധി കേരളത്തിൽ നമ്മളെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒട്ടനവധി ജില്ലകളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ല രീതിയിൽ ഒരാളുകൾക്ക് പോലും ഇത് എനിക്ക് ചെയ്തിട്ട് ഒരു മോശം അങ്ങനെ ഇത് 1 kV ആയാലും 2 kV ആയാലും 3 kV ആയാലും അത് ഓരോ വീട്ടിലെ യൂസ് അനുസരിച്ചിരിക്കും. നിങ്ങൾ അത്തരത്തിലൊക്കെ സംശയങ്ങളുണ്ട് എൻ്റെ വാട്സപ്പിൽ ചോദിക്കട്ടെ, ഡീറ്റെയിൽസ് ആയിട്ട് തരാം. ഏതായാലും ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇത് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയിട്ട് അതും നമ്മുടെ ഫാക്ടറിയിലൊക്കെ ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാം കേട്ടോ. ഏതായാലും അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.